ഈ രീതിയിലാണ് ഞാൻ സ്പ്രിംഗ് ടൈൽ കൾച്ചറിങ് ചെയ്യുന്നത്. ഒരു കണ്ടെയ്നറിലേക്ക് അല്പം കോക്ക്പിറ്റ് നനച്ചിട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചാർക്കോൾ ഇട്ടിട്ടുണ്ട്. ചാർക്കോളും അല്പം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉണങ്ങിക്കിടന്ന ഒരു മരത്തിൻ്റെ മൂട്ടിൽ പോയി അതിൻ്റെ മൂട്ടിൽ നിന്ന് അല്പം ഒരു ചെറിയൊരു പീസ് പൊളിച്ചെടുത്തപ്പോൾ അതിനുള്ളിൽ സ്പ്രിംഗ് ടൈൽ നിറയെ ഉണ്ട്. അത് ഞാൻ അതിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്ന് ഇതിലേക്ക് ഇപ്പോൾ വെച്ചേക്കാണ്. ഇപ്പോൾ അത് ഏകദേശം അത് വളർന്ന് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ക്വാണ്ടിറ്റീസ് ആയി തുടങ്ങിയിട്ടുണ്ട്. അത് വളരെ ചെറിയ ഇതായതുകൊണ്ട് അത് ക്യാമറയിൽ കിട്ടുന്നുണ്ടോ എന്നെനിക്കറിയില്ല. ടെറാറിയം 2 രീതിയിൽ ചെയ്യാം. ഒന്ന് ക്ലോസ്ഡും ഒന്ന് ഓപ്പണും. ഞാൻ ചെയ്യുന്നത് ക്ലോസ്ഡ് ടെറാറിയമാണ്. വൺസ് ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് മെയിൻ്റനൻസ് ഫ്രീ ആണ്. ഇത് നമ്മളത് വേറെ അതിൻ്റെ ഒരു കാര്യങ്ങളും ചെയ്യേണ്ടതില്ല. വെള്ളം സ്പ്രേ ചെയ്യേണ്ട മറ്റൊരു ആവശ്യവും വരുന്നില്ല. ഇതെങ്ങനെ സർവൈവ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇത് ഒരു എക്കോസിസ്റ്റമാണ്. ഇതിനുള്ളിൽ സൂക്ഷ്മ ജീവികളുണ്ട്, ഇതിനുള്ളിൽ വെള്ളത്തിന് ഈർപ്പമുണ്ട്. അങ്ങനെ ഒരു ഇക്കോസിസ്റ്റത്തിൽ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു ലൈറ്റ് വെട്ടം മാത്രമാണ് ഇതിനാവശ്യമായിട്ടുള്ളത്. പകൽ സമയങ്ങളിൽ ഇതൊരു ചൂട് കൂടുതലായിരിക്കും. അതിനുള്ളിൽ ഹ്യൂമിഡിറ്റി കൊണ്ട് ഇതിൻ്റെ 4 ചുറ്റും വെള്ളം ഇങ്ങനെ ഫോഗായി നിറഞ്ഞു നിൽക്കും. രാത്രി ആകുമ്പോഴേക്കും അത് ചെറുതായിട്ട് ഒലിച്ച് ഇങ്ങനെ താഴേക്ക് ഇറങ്ങും. അങ്ങനെയാണ് ഇതിനാവശ്യമായ വെള്ളം സർവൈവ് ചെയ്യുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.